വിശ്വാസത്തിൽ സ്ഥിരതയോടെ ജീവിക്കുന്നവർക്ക്, വിശ്വാസത്തിൽ സ്ഥിരതയോടെ തുടങ്ങിയ ഓട്ടം പൂർത്തിയാക്കുന്നതുവരെ വിശ്വസ്തത പാലിക്കുന്നവർക്ക് പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിൽ സ്ഥിരതയോടെ ഓടി തുടങ്ങിയവർ, ഹല്ലേലൂയ, ഈ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ, ഈ കൃപയെ ആശ്രയിച്ച് ഇറങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തപ്പോൾ, നമ്മളെടുത്ത ഒരുപാട് തീരുമാനങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച്, അതിൽ നിന്നൊക്കെ ഇടറിയും നമ്മുടെ ജീവിതയാത്രയിൽ ഒരുപാട് ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കത്തക്കോണമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് കർത്താവേ, ഇനിയുള്ള ജീവിതം അങ്ങയ്ക്ക് വേണ്ടിയാണ്, ഇനിയുള്ള ആയുസ് അങ്ങയ്ക്ക് വേണ്ടിയാണ്, എന്റെ ജീവിതത്തിൽ ഇതിനെല്ലാം തരണം ചെയ്യാനുള്ള ഒരു കൃപ തരണേ എന്നുള്ള പ്രാർത്ഥനയോടെ വിശ്വാസത്തിൽ കർത്താവേ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവസാനം വരെ തുടങ്ങിയ ഓട്ടം അവസാനം വരെ അങ്ങയിൽ തന്നെ ഓടുവാൻ, അങ്ങയിൽ തന്നെ നിലനിൽക്കുവാൻ, അങ്ങയിൽ അത് പൂർത്തീകരിക്കുവാൻ ഇടയായിത്തീരണം. അങ്ങനെ ആ ഓട്ടം സ്ഥിരതയോടെ ഓടി ക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്ന ദൈവപൈതലിനാണ് മരണം പര്യന്തം വിശ്വസ്തരായിരിക്കുക എന്ന ജീവകിരീടം അവർക്ക് ലഭിക്കും. ജീവകിരീടം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മരണപര്യന്തം. അപ്പോൾ മരണപര്യന്തം പറയുമ്പോൾ മരണം വരെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിക്കണം. മരണം വരെ ജീവകിരീടം ലഭിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട കാര്യം പറയുന്നത് അന്ത്യം വരെ, ജീവിതത്തിന്റെ അന്ത്യം വരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങൾ മാറി മറിയും. ഹല്ലേലൂയ. ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ പല കാര്യങ്ങൾ വന്നു ഭവിക്കും. പല കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ദൈവികമായ വിശ്വസ്തതയിൽ നമുക്ക് മാറ്റം വരുന്നത്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഇടയായിത്തീരണം. ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നമുക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമല്ല, സഹിഷ്ണുത ഉണ്ടായിരിക്കണം അവസാനം വരെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ? സഹിക്കാനുള്ള കഴിവ്. എന്റെ സഹോദരൻ, എന്റെ സഹോദരി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ